ഇപ്പം കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ കൂടി ചേരുന്നു. അങ്ങ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കണ്ടു കാണും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കാണും. എന്താണ് പറയുവാനുള്ളത്? മഹാത്മാഗാന്ധിയെ ഇപ്പോഴും താഴ്ത്തിക്കെട്ടാനും അദ്ദേഹത്തെ അപമാനിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് മോഡി പിന്മാറുന്നില്ല എന്നതാണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മഹാത്മാഗാന്ധി ജനിച്ച നാടാണ് ഗുജറാത്ത്. അവിടെ അദ്ദേഹത്തിന് ഈ 10 കൊല്ലത്തിനകം അല്ലെങ്കിൽ മോഡി CM ആയതിനു ശേഷം എന്തെങ്കിലും ഒരു സ്മാരകം അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പൊ അദ്ദേഹത്തെ വലിയ പ്രകീർത്തിക്കുന്നവര് മോഡി വളരെക്കാലം ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, 10 കൊല്ലം പ്രധാനമന്ത്രിയായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ടി വലിയ പ്രതിമ, ലോകത്തിലെ അത്ഭുത പ്രതിമ ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്ന അതേ മോഡി രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് വേണ്ടി ഒരു കാര്യമായ അവിടെ ഗുജറാത്തിൽ പോലും ഒന്നും ചെയ്തിട്ടില്ല യാഥാർത്ഥ്യം. പിന്നെ മോഡിക്ക് ഒന്നെങ്കിൽ ചരിത്രം അദ്ദേഹത്തിന് അറിയില്ല, അല്ലെങ്കിൽ ചരിത്രം മനഃപുറം വളച്ചൊടിക്കുകയാണ്. 1930 അദ്ദേഹത്തെ മഹാത്മാഗാന്ധിയെ മാൻ ഓഫ് ദ ഇയർ ആയി ടൈംസ് വീക്കിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. 930 അവാർഡ് കൊടുക്കുക, കവർ ചിത്രം അതായിരുന്നു. അപ്പൊ ആ 30കളിൽ തന്നെ ലോക ആരാധനായ മഹാത്മജി മാറിയിരുന്നു. ഇദ്ദേഹം പറയുന്ന നെൽസൺ മണ്ടേലയും അതുപോലെ തന്നെ മറ്റ് വെയ്സ്റ്റിനും ഒക്കെ അദ്ദേഹത്തിന്റെ ആരാധകരായിരുന്നു. ആ യാഥാർത്ഥ്യം മറച്ചു പിടിച്ച് ഇപ്പൊ പുതിയൊരു ഈ ഇലക്ഷനില് എല്ലാ അടവുകളും പയറ്റി പരാജയപ്പെട്ട് ഇപ്പൊ അവസാനം കയറി പിടിച്ചൊരു വൈക്കോൽ തുരുമ്പ് പോലെയാണ് ഗാന്ധിയെ കൂടി അദ്ദേഹത്തിന്റെ വലിയ ഒരു ആരാധന. ഒരു കാര്യം പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരില്ലേ ഇപ്പോഴും പാർലമെന്റിലെ മെമ്പർ ഉണ്ടല്ലോ, ഈ ഗാന്ധി വധം വീണ്ടും കാണിച്ച് ഗാന്ധിയുടെ ചിത്രത്തിലേക്ക് വെടിയൊഴിച്ചത് BJP-ക്കാരല്ലേ? ഗാന്ധിക്കെതിരായി ഏറ്റവും കൂടുതൽ അപമാനമായ കാര്യം പാർലമെന്റിൽ ഇപ്പോൾ ഇരിക്കുന്നില്ല മോഡിയോടൊപ്പം. അത് മാത്രമല്ല, ഗാന്ധിയെ വെടിവെച്ചു വന്ന ഗോഡ്സെയുടെ ചിതാഭസ്മം ഇപ്പോഴും നാഗപ്പൂരിലെ RSSന്റെ ആസ്ഥാനത്ത് ഇരിപ്പുണ്ട്. എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത്? ഇദ്ദേഹം RSSകാരനല്ലേ? അപ്പൊ ഗാന്ധിയോടുള്ള സ്നേഹമുള്ള ഒന്ന് കോൺഗ്രസിനെ ചെറുതായി കാണിക്കാൻ പറ്റുന്ന ആലോചിക്കുക, മുൻ ഭരണാധികാരികളെ ചെറുതായി കാണിക്കാൻ പറ്റുന്ന ഇത് നോക്കുക. പിന്നെ ഈ വഴി എന്തെങ്കിലും 10 വോട്ട് കിട്ടട്ടെ എന്നായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിരിപ്പ്. ഒരിക്കലും ഇദ്ദേഹം ഇത് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മഹാത്മാഗാന്ധി വിശ്വപൗരനായത് എത്രയോ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം വിശ്വപൗരനായിരുന്നു. എത്രയോ രാജ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് മനഃപൂർവ്വം തീർച്ചയായിട്ടും ആ ഗാന്ധി ചിത്രം തീർച്ചയായിട്ടും അത് പുതിയ തലമുറയ്ക്ക് പ്രയോജനമായിക്കാണാൻ സംശയമൊന്നും എനിക്കില്ല. പക്ഷെ അത് പറഞ്ഞു പിടിച്ച മഹാത്മാഗാന്ധിയുടെ മഹത്വം കുറയ്ക്കാനുള്ള മോഡിയുടെ ഈ നീക്കം അപലപനീയമാണ്. ഒരിക്കലും പ്രധാനമന്ത്രിയിൽ നിന്നും ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അതായത് താൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം ആണ് ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുള്ളത്, ബാക്കിയുള്ള കാലത്തൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് അദ്ദേഹം ഇത്തരം പരാമർശത്തിലൂടെ രാജ്യത്തിന് നൽകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ കുറെ കാലമായിട്ടാണ് തുടങ്ങിയതാണല്ലോ. അതുകൊണ്ടല്ലേ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ കാര്യം പറയുമ്പോഴേക്ക് അദ്ദേഹം നെഹ്റു ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. നെഹ്റു ആണ് ഇന്ത്യയുടെ രാഷ്ട്രത്തിന്റെ ശില്പി. അത് എല്ലാ രാഷ്ട്രീയത്തെ അധികം വലിയൊരു വിശ്വസിക്കുന്ന ഇന്ത്യയുടെ അടിസ്ഥാന സഭ ഉണ്ടാക്കിയ അദ്ദേഹമല്ലേ. പക്ഷേ ഇത് അദ്ദേഹം ഉണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റ് തുലയ്ക്കുക എന്നുള്ള രീതിയിലാണ് പിന്തുടരുന്നത്. അപ്പൊ അതുകൊണ്ട് BJP-യിൽ നിന്നും മോഡിയിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും 10 വർഷം പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും ഗാന്ധിജിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം താങ്കൾ ചോദിച്ചു. അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ 10 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ എത്താത്ത പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് ജൂൺ മാസം 1-ാം തീയതി അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇന്ന് വന്ന് 48 മണിക്കൂർ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ പോവുകയാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. അത് തന്നെ ജിമിക്സ് അല്ലേ? അത് വേറൊന്നുമല്ല, അത് പബ്ലിസിറ്റിയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് പരാതി കൊടുത്ത ഇലക്ഷൻ കമ്മീഷന്. അദ്ദേഹം ഇരുന്നിട്ട് നമുക്ക് എതിർപ്പില്ല. പക്ഷെ ഒന്നുണ്ട്, അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴേക്കും ലൈവ് TV-ക്കാരുടെ പോകാൻ മമത പറഞ്ഞത് ലൈവ് TV-ക്കാരുടെ പോകണം, അദ്ദേഹം അവിടെ ഇരുന്നിട്ട്. അപ്പൊ അതുകൊണ്ട് ഇതും ഇലക്ഷന്റെ ഒരു പ്രചരണ രീതിയാണ്. ഇലക്ഷന്റെ മറ്റേ കോടക്കോട്ട് എതിരാണ്. ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ഷൻ കമ്മീഷനും വിധേയരായോ എന്ന സംശയമുള്ള ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇന്ന് തൊട്ട് അദ്ദേഹം കാണിക്കാൻ പോകുന്നതും അതും വെറും ഇലക്ഷൻ സ്റ്റണ്ടാണ്. അത് TV-ക്കാർ പോയി ലൈവ് കാണിച്ചിട്ടിരിക്കുക. പ്രത്യേകിച്ച് UP-യിലേക്ക് ഇന്ന് ഇലക്ഷൻ, അദ്ദേഹത്തിന്റെ അവിടെ ഇലക്ഷൻ വരുമല്ലേ. അപ്പൊ ഇത് മുഴുവൻ കാണിക്കുക. അദ്ദേഹം അവിടെ ഇരിക്കുന്നു. കഴിഞ്ഞ ഇലക്ഷൻ കാലത്തും കാണിച്ചല്ലോ. അദ്ദേഹം എന്താ ഹിമാലയത്തിലോ എവിടെ പോയി ഒരു ഗുഹയിൽ അദ്ദേഹം ഇരുന്നു.
അതെ, അവിടെ ഇരുന്നു എവിടെ ഏൽപ്പിച്ചിട്ട് നമുക്കൊന്നും തീർപ്പ് അദ്ദേഹത്തിന്റെ വിശ്വാസമാണത്. പക്ഷെ അത് എലക്ഷന്റെ അന്ന് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് തീർച്ചയായിട്ടും TV വഴി നന്ദി ശരിയല്ല. ഡൊമിനിക് പ്രസന്റേഷൻ സംസാരിച്ചതിന്.